സിനിമാസ്കാരം, എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. അങ്കമാലിയിലുള്ള മൈ സിനിമാസ് ഒരു മൾട്ടിപ്ലക്സിൽ കയറുന്ന ഫീൽ നൽകുന്ന ആംബിയൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലൻ 3 സ്ക്രീൻ തിയേറ്ററാണ്. അവിടെ തുടക്കം എന്ന് പറയുന്ന സിനിമ ഞാൻ കാണുകയുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വെൽക്കം ടു സിനിമയും ഞാനും. ആക്ച്വലി തുടക്കം എന്ന് പറയുന്ന സിനിമ റിലീസായത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി ആയിരുന്നു ഞാനും വൈഫും ലക്ഷദ്വീപിലേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ തുടക്കം എന്ന് പറയുന്ന സിനിമ കാണാനുള്ള യാതൊരുവിധ പ്ലാനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. ഇപ്പോൾ എയർലൈൻ്റെ വകയായിരുന്നു താമസവും ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അങ്കമാലിക്ക് അടുത്തുള്ള ഒരു എയർപോർട്ട് ഹോട്ടലിലായിരുന്നു ഇവർ ഞങ്ങൾക്കുള്ള താമസവും ഭക്ഷണവും എല്ലാം ഏർപ്പാടാക്കിയിരുന്നത്. പിന്നെ തൊട്ടടുത്തായിരുന്നു, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഈ മൈ സിനിമാസിലേക്ക്. അങ്ങനെയാണ് തുടക്കം എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തിയത്. KSRTC കോംപ്ലക്സിലാണല്ലോ ആക്ച്വലി മൈ സിനിമാസ് എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻ ഉള്ളത്. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ശോകമാണ്. ഞങ്ങൾ കാറിലാണ് ചെന്നത്. അപ്പോൾ കാറിൽ ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഞങ്ങൾ തിയേറ്ററിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഉള്ള പാർക്കിംഗ് സ്പേസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ പാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ 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 ശോകം അവസ്ഥയാണ് ഈ തിയേറ്ററിൽ. ഈ KSRTC കോംപ്ലക്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബാർ ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാർ ഹോട്ടലിന് അവിടെ 30 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തിട്ടാണ് ഞങ്ങൾ കാർ അവിടെ ഇട്ടത്. എന്നിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിച്ചത്. അപ്പോൾ പാർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിലവിലില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ സിനിമയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. ഒന്നിൽ കൂടുതൽ സ്ക്രീനുകളുള്ള ഇതുപോലുള്ള മൾട്ടിപ്ലക്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ഒരു ബെസ്റ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ബെസ്റ്റ് സ്ക്രീനിലാണ് 4K ഡോൾബി അറ്റ്മോസ് ഉള്ളത്. പക്ഷേ അവിടെ സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. തുടക്കം എന്ന് പറയുന്ന സിനിമ ഇവരുടെ സ്ക്രീൻ വൺ എന്നുള്ളത് ആക്ച്വലി സ്ക്രീൻ വൺ മുമ്പ് അവിടെ ഇരുന്ന പ്രൊജക്ടർ 4K ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം സ്ക്രീൻ വൺ 4K എന്നുള്ളത് ഇവർ നിലവിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2K, ഇപ്പോൾ നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2K ഡോൾബി അറ്റ്മോസ് എന്നാണ് ആ സ്ക്രീനിനെ കുറിച്ച് പറയുന്നത്. പ്രൊജക്ടർ ചിലപ്പോൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കാണും. ഓക്കെ, അപ്പോൾ ഏതായാലും 4K എന്നുള്ളതിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് 4K അല്ലാത്തപ്പോൾ അവർ ആ ബ്രാൻഡിങ് മറച്ചു വെച്ചത് നല്ലൊരു കാരണമാണ്. കാരണം ഒരു 4K സ്ക്രീൻ ആണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ മൈ സിനിമാസ് കയ്യടി അർഹിക്കുന്നു. ഇവരുടെ ആ ഒരു ലോബി ഉണ്ടല്ലോ, ഈ ലോബിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മളൊരു മൾട്ടിപ്ലക്സ് PVR, ഫോർമാളിലുള്ള PVR അല്ലെങ്കിൽ ലുലുവിലുള്ള PVRലൊക്കെ കയറി ചെല്ലൂലേ, അപ്പോൾ ആ ഒരു ഫീലാണ് നൽകുന്നത്. അതായത് നമ്മളിപ്പോൾ 190 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുന്നത് ഒരു മൾട്ടിപ്ലക്സ് ലെവലിലുള്ള ഒരു തിയേറ്ററിലേക്കാണെന്നുള്ള ഒരു കിഡിലൻ ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലെ സിനിമാ തിയേറ്ററിൽ നിറങ്ങി നടക്കുന്ന ആളുകൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇവരുടെ ആ ലോബിയിൽ തന്നെയുണ്ട്. ഒരു ഫിലിം പ്രൊജക്ടർ വിത്ത് ഫിലിം, അതിൻ്റെ ചുറ്റും ഫിലിമൊക്കെ ഉണ്ട്. ഇതൊക്കെ ആയിട്ടോട്ടിരിക്കുന്നത്. ഈ ഫിലിം പ്രൊജക്ടർ ഇങ്ങനെ ചുറ്റും നോക്കി നടന്ന് കാണുക എന്നുള്ളതൊക്കെ പറയുന്നത് വളരെ സുഖമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സിനിമ നമ്മൾ ഈ ഫിലിം പ്രൊജക്ടറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടർ എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ തൊടാനോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ ഫിലിം പ്രൊജക്ടർ എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. എന്നാൽ പോലും ഈ ഫിലിം പ്രൊജക്ടർ ഇങ്ങനെ കാണുക, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക, ആ ഫിലിം എടുത്ത് നോക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ സുഖമുള്ള ഒരു കാഴ്ചയായിരുന്നു. പിന്നെ ഇവിടേക്ക് ഫസ്റ്റ് ഷോ ഈ തുടക്കം എന്ന് പറയുന്ന സിനിമ ഒരു തുടങ്ങിയപ്പോഴും കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ കൗണ്ടർ ടിക്കറ്റാണ് എടുത്തത്. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു 2:45 ഇവർ അസൈൻ ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ 2:45 തുടങ്ങില്ല, കുറച്ച് ഡിലേ ഉണ്ടാവുന്ന ഒരു മുൻകൂട്ടി പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഈ ഷോ കഴിഞ്ഞിട്ടാണല്ലോ നെക്സ്റ്റ് ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിടേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇതുപോലുള്ള മൾട്ടിപ്ലക്സ് ഒക്കെ പോലെ തോന്നിക്കുന്ന ഇതുപോലുള്ള കിഡിലൻ സ്ക്രീനുകളിലെല്ലാം നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഇത് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ അഡ്വർടൈസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോൾബി അറ്റ്മോസിന്റെ ഒരു ആഡ് വന്നിരുന്നു. ആക്ച്വലി ഇവരുടെ ഡോൾബി അറ്റ്മോസ് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം കിഡിലനായിരുന്നു. കാരണം ഞാനിത് കയറിയപ്പോൾ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ആടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സറൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. അതിനുശേഷം പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ തുടക്കം സിനിമയിലെ സൗണ്ട് മിക്സിങ് ആക്ച്വലി വളരെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഇവരുടെ ഡോൾബി അറ്റ്മോസ് ഈ സ്ക്രീൻ 1 എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രീൻ തന്നെയാണ്. ആകെയുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് 2K സിനോണാണ് അവർ നിലവിൽ ഉപയോഗിക്കുന്നത്. കാരണം ലേസറിൻ്റെതായിട്ടുള്ള ഒരു ക്ലാരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇവിടുത്തെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ഏതാണെന്ന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈറ്റിലാണ് ഇത് നിൽക്കിയിരിക്കുന്നത്. കാരണം മാത്രമല്ല തൊട്ട് താഴെ റിക്ലൈനർ സോഫ സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിക്ലൈനർ സോഫ സീറ്റുകൾ ഇരിക്കുന്നവരുടെ ഇടയിൽ കയറി നമ്മളിങ്ങനെ ക്യാമറയൊക്കെ മുകളിലേക്ക് പൊക്കി വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രൊജക്ടർ അത് 2K സിനോൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരിക്കലും ലേസറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഇവരുടെ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭംഗിയുള്ള ഒരു സ്ക്രീനാണ്. ഞാൻ സ്ക്രീൻ 1ലാണ് കയറിയത്. ഇവരുടെ സ്ക്രീൻ 3 ആണ് 4K ഡോൾബി അറ്റ്മോസ് സ്ക്രീൻ. അവിടെ എനിക്ക് ഇതുവരെ സിനിമയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവിടെ സിനിമ കാണാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഈ സ്ക്രീൻ 1 എന്ന് പറയുന്നത് നല്ലൊരു ഓഡിറ്റോറിയമാണ്. ആക്ച്വലി വളരെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഇത് തന്നെയാണ്. പക്ഷേ 2K Xenon ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ 2K Xenon ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 2K Xenonന്റെ പ്രശ്നമല്ല, ഇതൊരു മൾട്ടിപ്ലക്സിന്റെ ലെവലിലൊക്കെ ഇവർ നല്ല രീതിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിഡിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 3 റോ ആയിട്ടാണ് സീറ്റ് വരുന്നത്. മിഡിലൊക്കെ ആയിട്ടിരിക്കുന്ന സീറ്റിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഓക്കെയാണ്. മുമ്പിലിരിക്കുന്ന ആളുടെ തല കാരണം കാണാതിരിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ക്രീനാണ്. പക്ഷേ 3 റോ ആയിട്ടാണ് സീറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം മിഡിൽ റോയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഈ സ്റ്റെയർ കേസിൽ ഇവർ ചെറിയൊരു LED ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, യെല്ലോ കളർ. ഈ LED ലൈറ്റ്സിന്റെ ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അത് സ്ക്രീനിലേക്ക് അടിക്കുന്നുണ്ട്. ഇപ്പം ഇതുപോലെ മൾട്ടിപ്ലെക്സ് ചെയിൻസ് ആയിട്ടുള്ള PVR ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചി ഐമാക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ബ്ലൂ കളർ ഉണ്ട്. ഈ ബ്ലൂ കളർ ഇടക്ക് ഈ പറയുന്ന സ്ക്രീനിലേക്ക് അടിക്കുന്നു എന്നുള്ള ആ ഒരു കംപ്ലൈന്റ് സ്ഥിരമായിട്ട് പറഞ്ഞ് അവരത് ഡിം ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എൻറ്റയർ ഫിലിം, ഈ തുടക്കം എന്ന് പറയുന്ന സിനിമ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിനകത്ത് രാത്രിയിലെ കുറച്ച് സീക്വൻസിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നൈറ്റ് സീക്വൻസ് ഒരുപാടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ ഇരുട്ടാണ് ആക്ച്വലി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുട്ടത്തുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ്സ്, അതായത് ഈ പറയുന്ന സ്റ്റെപ്പിൻ്റെ ആ ലൈറ്റ്സിൻ്റെ ആ ഒരു പ്രകാശം നമ്മുടെ സ്ക്രീനിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല. സ്ഥിരമായിട്ടൊക്കെ സിനിമ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണിത്, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോപ്പർ കളർ ഉണ്ടല്ലോ, ആ ബ്ലാക്ക് കളർ നമുക്ക് അതിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് ഇതിനകത്തൊരു വ്യത്യാസം. അത് രണ്ട് സ്ക്രീനിൻ്റെ ഞാനിരിക്കുന്ന സൈഡിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കോർണർ സൈഡിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് എടുക്കലൊന്നും വരുന്നില്ല. മിഡിൽ അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കൗണ്ടറിൽ നിന്ന് എടുത്തപ്പോൾ ഞാനൊരു കോർണർ സീറ്റ് ആയിരുന്നു. അപ്പോൾ ഈ കോർണറിലാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് കോർണറിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു യെല്ലോ ലൈറ്റ് ഉണ്ടല്ലോ നല്ല രീതിയിൽ ഈ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു അരോചകമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇന്റർവെൽ ആയി കഴിഞ്ഞപ്പോൾ ഇവരുടെ വാഷ്റൂമൊക്കെ ഇവർ വളരെ ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഹൈജീനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. പിന്നെ ഇതൊരു മൾട്ടിപ്ലെക്സ് ലെവലിലുള്ള ഒരു തിയേറ്റേഴ്സ് ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബാക്കിയുള്ള തിയേറ്റേഴ്സൊക്കെ ഉള്ള പോലുള്ള ഒരു പ്രൈസ് റേഞ്ച് അല്ല ഇവിടുത്തെ ടീ ആൻഡ് സ്നാക്സ് ആൻഡ് പോപ്കോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ഇച്ചിരി സ്ലൈറ്റ്ലി കുറച്ച് ഹയർ ആണ്. പക്ഷേ ആ ഒരു ആംബിയൻസ്, ആ ഒരു സിനിമ മൂഡ് അതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള, അതായത് എറണാകുളത്ത് ബാക്കിയുള്ള മൾട്ടിപ്ലെക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് തോന്നിയത്. പക്ഷേ ഈ അങ്കമാലി, ആലുവ, ബാക്കിയുള്ള ആ ഒരു പ്രദേശത്തൊക്കെ ഉള്ള ബാക്കിയുള്ള സിനിമ തിയേറ്റേഴ്സിലെ കഫറ്റീരിയ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹയർ സൈഡിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും വരുന്നത്. അത് ഓബ്വിയസ്ലി നമുക്ക് ഈ ഒരു ആംബിയൻസ്, ഈ ഒരു രീതിയിലൊക്കെയാണ് ഒരു മൈ സിനിമാസ് എന്ന് പറയുന്നത് ഒരു പണിതിരിക്കുന്നത്. അപ്പം അതിന് നമുക്കത് ഓക്കെയാണ്. അതൊരു കുറ്റമായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് ഈ തുടക്കം പോലുള്ള നൈറ്റ് സീക്വൻസ് ഒരുപാടുള്ള, അതായത് ഇവരുടെ ആ ഒരു ക്യാമറമാനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തിക്കുന്നത് ഈ ഒരു സിനിമ. അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു യെല്ലോ ലൈറ്റ് ഇങ്ങനെ ഉഴച്ച് നിൽക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമ്മൾ ആ സിനിമ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ഇതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഇവരുടെ മെയിൻ സ്ക്രീനായിട്ടുള്ള സ്ക്രീൻ 3 എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ ഒരു അഭാവം ഈ തിയേറ്ററിലുണ്ട്. അത് മാത്രമല്ല 2K സിനോൺ പ്രൊജക്ഷനാണ്. സിനോൺ പ്രൊജക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്നുള്ള ഈ ലൈറ്റ്സ് അടിക്കുന്നത് അത് ഒരു നെഗറ്റീവാണ്. പിന്നെ ബാക്കിയുള്ള അങ്കമാലിയിലുള്ള ബാക്കിയുള്ള തിയേറ്റേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് പ്രൈസ് കുറച്ച് ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. അതിനുള്ള മൾട്ടിപ്ലെക്സ് ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ടാലി ആയി പോകുന്നു എന്ന് കരുതാം. എന്നാൽ പോലും 4K ഡോൾബി അറ്റ്മോസ് ഉള്ള സ്ക്രീനിൽ വാങ്ങുന്ന അതേ തുക തന്നെയാണ് 2K സിനോൺ ഡോൾബി അറ്റ്മോസ് ഉള്ള സ്ക്രീനിൽ വാങ്ങുന്നത്. അതാണ് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മൈ സിനിമ സ്ക്രീൻ 1 തുടക്കം എന്നുള്ള സിനിമ കാണാൻ എത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. ഇവരുടെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള മെയിൻ സ്ക്രീൻ ആയിട്ടുള്ള സ്ക്രീൻ 3യുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള, തിയേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.